ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം എല്ലാവരും ഇപ്പോൾ ദേഹതലത്തിലാണല്ലോ ജീവിക്കുന്നത്. ശരീരം ഒരു സ്ത്രീയാണെങ്കിൽ ഞാൻ സ്ത്രീ തന്നെ, ശരീരം ഒരു പുരുഷനാണെങ്കിൽ ഞാനൊരു പുരുഷൻ എന്ന് തോന്നും. ഈ ശരീരതലത്തിൽ ഉറച്ച ബുദ്ധി ഉള്ളതുകൊണ്ട് ശരീരത്തിന് എന്തെല്ലാം കൽപ്പിക്കപ്പെട്ടുവോ അതെല്ലാം എൻ്റേതായി നാം ധരിക്കുന്നു. അപ്രകാരമാണല്ലോ ഈ ലോകത്തിൽ നാനാത്വമുണ്ടായത്. ജാതി വർണ്ണ വർഗാദികൾ എല്ലാം ഉണ്ടായത് ദേഹതലത്തിലാണ്. ആത്മതലം പാടേ മറക്കുമ്പോഴാണ് ദേഹതലം തെളിഞ്ഞു വരുന്നത്. ദേഹതലത്തിൽ ഉറച്ച ബുദ്ധി വരുമ്പോൾ ആത്മതലം നാം വിസ്മൃതിയിൽ ആണ്ടുപോകും. അങ്ങനെ ഒട്ടും ആത്മചിന്തയില്ലാതെ ദേഹതലത്തിൽ തന്നെ വ്യവഹരിക്കുമ്പോൾ ആ വ്യക്തി പറയുന്ന വാക്കുകൾ എന്തൊക്കെയാണ്? ഞാൻ ബ്രാഹ്മണൻ, ഇവൻ ശൂദ്രൻ. ഞാൻ ബ്രാഹ്മണൻ, ഇവൻ ശൂദ്രൻ. അയാൾ വൃദ്ധൻ, ഇവൻ ജഡൻ. ഈ മട്ടാത്മാവിനെ തീരെ മറന്നും കൊണ്ടു ചൊൽകയാം. ഇപ്രകാരം പറയുന്നത് ആത്മാവിനെ തീരെ മറന്നുകൊണ്ട് പറയുന്നതാണ്. ഞാൻ ബ്രാഹ്മണൻ, ഇയാൾ ശൂദ്രൻ. അയാൾ ശൂദ്രനാണ്, ഞാൻ ഒരു ആഢ്യനാണ്, ഞാൻ ബ്രാഹ്മണനാണ്. ഞാൻ ബ്രാഹ്മണൻ, ഇയാൾ ശൂദ്രൻ. അയാൾ ബുദ്ധൻ, അയാൾ വൃദ്ധൻ. അയാൾ വൃദ്ധൻ, ഇവൻ ജഡൻ. അയാൾ വൃദ്ധനാണ്, ഇയാളൊരു പൊട്ടനുമാണ്. ഞാൻ ബ്രാഹ്മണനാണ്, ഇയാൾ ശൂദ്രനുമാണ്. അയാൾ വൃദ്ധനാണ്, ഇയാളൊരു പൊട്ടനുമാണ്. ഈ മട്ടാത്മാവിനെ തീരെ, ഇപ്രകാരം ആത്മാവിനെ മറന്നും കൊണ്ട് മനുഷ്യൻ വ്യത്യസ്ത തലത്തിൽ ഓരോരുത്തരെയും കാണും. ആത്മാവിനെ മറക്കുമ്പോഴാണ് ദേഹതലം തെളിയുന്നത്. ദേഹതലം തെളിഞ്ഞു വരുമ്പോൾ സ്ത്രീയുണ്ട്, പുരുഷനുണ്ട്. കറുത്തതാണ്, വെളുത്തതാണ്, സൗന്ദര്യമുള്ളതാണ്, വൈരൂപ്യമുള്ളതാണ്, തടിച്ചതാണ്, മെലിഞ്ഞതാണ് ഇത്യാദി എല്ലാം ഞാനിതൊക്കെയാണ് എന്ന് ധരിക്കുന്നത് ആത്മതലം മറക്കുമ്പോഴാണ്. ആത്മതലം മറന്നാൽ പിന്നെ തെളിഞ്ഞു വരുന്നത് ദേഹതലമാണ്. ദേഹത്തിൽ ഈ പറഞ്ഞതെല്ലാം ഉണ്ട്. ഞാൻ ബ്രാഹ്മണൻ, ബ്രാഹ്മണകുലത്തിൽ ജനിച്ച ഒരാൾ പറയും ഞാൻ ബ്രാഹ്മണനാണ്. അയാൾ ശൂദ്രനാണ്, അയാൾ എന്നേക്കാൾ താഴ്ന്ന ജാതിയാണ്, ഞാൻ ഉയർന്ന ജാതിയാണ്. ഇതെല്ലാമാണ് നമ്മുടെ ജൽപ്പനങ്ങൾ. ഞാൻ ബ്രാഹ്മണൻ, ഇവൻ ശൂദ്രൻ. അയാൾ വൃദ്ധൻ, അയാളൊരു വൃദ്ധനാണ്. ഞാനോ യൗവനയുക്തനാണ്. ഇവൻ ജഡൻ, അയാൾ വൃദ്ധനാണ്, ഇയാൾ ജഡനുമാണ്. ജഡൻ എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിമാന്യം സംഭവിച്ച ഒരാൾ. ഇയാൾ ജഡൻ. ഈ മട്ടാത്മാവിനെ തീരെ, അല്പം പോലും ആത്മാവിനെ ഓർമ്മിക്കായ്ക കൊണ്ടാണ് ഇത്തരത്തിലുള്ള തരംതിരിവുകൾ ഉണ്ടാകുന്നത്. ഇതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. തൻ്റെ യഥാർത്ഥമായ സ്വരൂപത്തെ മറന്ന് താൻ ദേഹമാണെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ ഇതെല്ലാം ദേഹത്തിൽ ആരോപിക്കുന്നു. ഞാൻ കൊറിയതാണ്, ഞാൻ നീണ്ടതാണ്, ഞാൻ തടിച്ചതാണ്, ഞാൻ വലിച്ചതാണ്, ഞാൻ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചവനാണ്, അയാൾ ചണ്ടാളനാണ്, ഇയാൾ ശൂദ്രനാണ് ഇത്യാദി അജ്ഞാനജൽപ്പനങ്ങൾ ആത്മാവിനെ മറക്കുമ്പോൾ മാത്രം പറയുന്നതാണ്. ആത്മവിസ്മൃതിയാണ് ഇതിന് കാരണം. ഈ അജ്ഞാനം നീങ്ങാൻ എന്താണ്? എല്ലാവരുടെയും ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്ന സർവേശ്വരനെ കാണാൻ നമ്മൾ എപ്പോൾ ശ്രമിക്കുന്നുവോ ആ നിമിഷം നമ്മൾ അജ്ഞാനത്തിൽ നിന്നും വിമുക്തരാകുന്നു. അപ്പോൾ ഏകത്വം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ.
എല്ലാവരുടെയും ഹൃദയാന്തർഭാഗത്ത് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് ഈശ്വരനാണെന്ന പരമസത്യം നമുക്ക് അപ്പോൾ ബോധ്യമാകും. എന്നാൽ ആ അന്തർദൃഷ്ടി നാം അടച്ച് ബഹിർദൃഷ്ടി തുറന്നു കഴിയുമ്പോൾ ഇവിടെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും പണക്കാരനും പണിക്കാരനും സുന്ദരനും വിരൂപനും എല്ലാം ഉള്ളതാണ്. ദേഹതലത്തിൽ നോക്കുമ്പോൾ ഇതൊക്കെയുണ്ട്. എന്നാൽ ഈ ദേഹത്തെ നിലനിർത്തുന്ന ആത്മതലത്തിലേക്ക് ആണ്ടിറങ്ങുമ്പോൾ ഒരേ ആത്മാവാണ് ഈ നാനാദേഹങ്ങളിലും ചൈതന്യവത്തായി വർത്തിക്കുന്നത് എന്ന പരമസത്യം നാം എപ്പോഴും ഓർക്കണം. അത് ഓർത്തു കഴിഞ്ഞാൽ ഞാൻ ബ്രാഹ്മണനല്ല, അയാൾ ശൂദ്രനുമല്ല, മറ്റേയാൾ വൃദ്ധനല്ല, മറ്റേയാളോ അയാൾ ജഡനുമല്ല, എല്ലാത്തിലും അന്തര്യാമിയായിരിക്കുന്ന ആ പരമസത്ത അല്ലെങ്കിൽ ആ പരമേശ്വരനാണ് സർവവും എന്ന ബോധം വരുമ്പോൾ നാനാത്വം നീങ്ങി ഏകത്വം നമ്മളിൽ പ്രകാശിക്കാൻ തുടങ്ങും. ആ ഏകത്വമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഞാൻ ബ്രാഹ്മണനിവൻ ശൂദ്രൻ, അയാൾ വൃദ്ധനിവൻ ജഡൻ, ഈ മട്ടാത്മാവിനെ തീരെ മറന്നും കൊണ്ടു ചൊൽകയാം. ആത്മാവിനെ തീരെ മറക്കുമ്പോഴാണ് ഇത്തരം ജൽപ്പനങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ ബ്രാഹ്മണനാണ്, മറ്റേയാൾ ശൂദ്രനാണ്, മറ്റേയാൾ മറ്റ് ഇത്തരത്തിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള വാക്കുകൾ വരുന്നത് ആത്മതലത്തെ പാടെ മറക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ അജ്ഞാനം നീങ്ങാനുള്ള ഏകപ്പോം വഴി നാം ആത്മാവാണെന്ന് ബോധിക്കുകയാണ് വേണ്ടത്. അത് ബോധിക്കാൻ നാം നിരന്തരം ആത്മവിചാരം കൊണ്ട് സർവത്തിനെയും വിസ്മൃതിയിൽ ആണ്ടുപോകണം. എന്നിൽ ഞാനായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പരമചൈതന്യം തന്നെയാണ് ആത്മാവെന്ന പരമസത്യത്തെ നമുക്ക് തെളിഞ്ഞു വരാൻ നാം നിരന്തരം ആത്മവിചാരം ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ മാത്രമേ അത് തെളിഞ്ഞ് വരികയുള്ളൂ. ഞാൻ ബ്രാഹ്മണനിവൻ ശൂദ്രൻ, അയാൾ വൃദ്ധനിവൻ ജഡൻ, ഈ മട്ടാത്മാവിനെ തീരെ മറന്നും കൊണ്ടു ചൊൽകയാം.